മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഏറെ ഉപദ്രവിച്ച സ്വഹാബിയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ബിലാലിന്റെ മുതലാളിയായിരുന്ന ഉമയ്യത്ത് വലിയ മർദ്ദന മുറകളാണ് അഴിച്ചുവിട്ടത്. മക്കയിലെ മണൽ ചൂടുപിടിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവിടെ കിടത്തി വലിയ പാറക്കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറ്റിവെക്കുകയും ചെയ്യുമായിരുന്നു. ഈ അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ മുഹമ്മദിൽ നീ അവിശ്വസിക്കണം, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനല്ലെന്ന് നീ പറയണം. പക്ഷേ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തി, ചുട്ടുപൊള്ളുന്ന പാറക്കല്ലുകൾ മഹാനായ സ്വഹാബി വര്യൻ ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചത്ത് കയറ്റിവെക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹുവിന്റെ ഈമാൻ എന്ന് പറയുന്നത് ആ പാറക്കല്ലുകളെക്കാൾ ഭാരമുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അഹദ് അഹദ്, അല്ലാഹു ഏകനാണ്, മാറ്റി പറയുന്നില്ല, അല്ലാഹു ഏകനാണ്. ഈ രംഗം കാണുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉമയ്യത്തിൽ നിന്ന് വില കൊടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങി ഇസ്ലാമിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ബിലാൽ റളിയല്ലാഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിമോചിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹുവിനെ മാത്രമല്ല, ധാരാളം അടിമകളെ വില കൊടുത്ത് വാങ്ങി അബൂബക്കർ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചു. ആമിർ ഇബ്നു ഫുഹൈർ റളിയല്ലാഹു അൻഹു, ഉമ്മു ബൈസ് റളിയല്ലാഹു അൻഹാ, സനീറ റളിയല്ലാഹു അൻഹാ, നഹദിയ റളിയല്ലാഹു അൻഹാ എന്നിങ്ങനെയുള്ള ഒട്ടേറെ അടിമകളായ ആളുകൾ സ്വഹാബിമാരായി. അവരെ മാറി, അവരെ വിമോചിപ്പിച്ചതെല്ലാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ. എന്റെ സമുദായത്തിൽ, എന്റെ സമുദായത്തോട് ഏറ്റവും കാരുണ്യമുള്ളയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്.